ഞാൻ ദീപാവലിക്ക് ഒരു സർവേ മന്ദിരം, പച്ച മലയാളത്തിലാണ് പറഞ്ഞത്, സർവേ മന്ദിരം. ഇത് ഓലകെട്ടിയമ്പലം PO ആണ്, മാവേലിക്കര ഭരണിക്കാവ് വില്ലേജ്, പള്ളിക്കൽ നടുവിലേയും. ഇവിടെ കുറെ ക്രിമിനൽസ് ഉണ്ട്. ഒരു സദാനന്ദ മന്ദിരം ഉണ്ട് അടുത്ത്, പിന്നെ ഒരു പോച്ചയിൽ ഒരു കൽപ്പകവല്ലിയും അവിടെ ഭർത്താവും ഉണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ഈ സദാനന്ദ മന്ദിരത്തിലെ ഒരു മരുമോളുണ്ട്, മൂത്ത ഒരുത്തന്റെ, വീരേന്ദ്ര സിംഗ് എന്നാണ് അവന്റെ യഥാർത്ഥ പേര്. അവന്റെ പേര് മാറ്റിയിട്ടുണ്ട്, മനോജ് എന്നാണ്. പിന്നെ അഡ്രസ് മാറ്റിയിട്ടുണ്ട്. എല്ലാം കള്ളത്തരത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, എന്റെ പേരൊക്കെ മാറ്റുന്നത്. ഈ ഒരു 2-3 വർഷത്തിന് മുമ്പാണ് എന്റെ പേരൊക്കെ മാറ്റിയത്. വീരേന്ദ്ര സിംഗ് എന്നായിരുന്നു, മനോജ് എന്നാക്കി. അപ്പൊ ഇവനാണെങ്കിൽ, ഇവന്റെ ഒരു ഭാര്യ ഉണ്ട്, അവളുടെ പേര് വൃന്ദ എന്നാണ് ഒഫീഷ്യൽ നെയിം. ഇവൾ അറിയപ്പെടുന്നത് തുമ്പി എന്നാണ്. ഇപ്പൊ ഇവൾ എന്റെ വീടിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്തായിട്ടൊരു 10 മീറ്റർ അപ്പുറത്ത് മാറി ഇവൾക്ക് ഒരു പുതിയ വീട് പണിയുന്നുണ്ട്. അപ്പൊ എന്നും അവൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോരുത്തരെ കൊണ്ടുവരിക, അതിനകത്ത് കുറെ ആണുങ്ങളെ കൊണ്ടുവന്നിരുത്തുക, പണിയാനാണെന്ന് പറയാണ്ടല്ലേ ഇതിന്റെ കുറെ അവന്മാര്. എന്നിട്ട് ആ സമയത്ത് ഇവന്മാര് വരുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇവളും ഇങ്ങനെ ചായമായിട്ടൊക്കെ വരിക. എന്നിട്ട് ഞാനാണെന്ന് വരുത്തി ഇങ്ങനെ ഡ്രാമകൾ ഉണ്ടാക്കുക. ഇതാണ് ഇവളുടെ പണി. ഇവളുടെ അമ്മായിയമ്മയും ഈ സോമരാജൻ എന്ന് പറയുന്നവനും മോഹൻ സിംഗും എല്ലാം ഇത് തന്നെയാണ് പണി. ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ വലിയ BJP-കാരനാണ്, ഗൂണ്ടയാണ് അവൻ. അവൻ എന്തും ചെയ്യാൻ ഇങ്ങനെ നമ്മളെ കൊല്ലാനായിട്ട്. ഒരു പ്രാവശ്യം ഇവൻ ഈ ഇടയ്ക്ക് 2 ആഴ്ച മുമ്പ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ കാറുമായിട്ട് വന്നിട്ട് ഒരു 500 മീറ്ററേ ഉള്ളൂ മെയിൻ റോഡിലേക്ക് പോകാൻ. അപ്പൊ ഈ മെയിൻ റോഡിലുള്ള ഒരു കട MBR മാൾ എന്ന് പറയുന്നതും വേറെ എൻജു ബേക്കറി എന്ന് പറയുന്ന 2 ഇടം ഉണ്ട്. അവിടെ സൂപ്പർ മാർക്കറ്റ്, അവിടെ പോയി തിരിച്ചു വരുന്നത് ആദ്യമേ ഒരു ബാർ ഉണ്ട്, അതിന്റെ ഫ്രണ്ടിൽ വെച്ച് ഇവൻ നമ്മളെ ഇടിക്കാനായിട്ട് വന്നു. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അപ്പൊ ഇടിച്ചിടുവാണെങ്കിൽ ഇവന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം എന്നിട്ട് ഇവൻ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 500 മീറ്ററേ ഉള്ളൂ ഈ റോഡിൽ, മെയിൻ റോഡിൽ നിന്ന് എന്റെ വീട്ടിലോട്ട്. എന്നിട്ട് പിന്നെയും ഗുരുമന്ദിരം എന്ന് പറയുന്ന അവിടെ എത്തിയപ്പോഴത്തേന് ഇവൻ പിന്നെയും പാസ് ചെയ്തു വേറൊരു കാറുമായിട്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഇതാണ് 2 പ്രാവശ്യമാണ് നമ്മുടെ ഈ 500 മീറ്ററിനകം ഞാൻ ഇങ്ങനെ നടന്നു വരുന്നതിന് ഈ കുറച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവൻ ഇത്രയും 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോഴത്തേന് ഇവൻ 2 പ്രാവശ്യമാണ് നമ്മളെ പാസ് ചെയ്തു പോയത്. പക്ഷെ ഇതൊക്കെയാണ് ഇവന്റെ ഉദ്ദേശങ്ങൾ. എന്റെ കൂടെ വേറൊരു കാറും പിന്നെ ഉണ്ടായിരുന്നു 2ാമത് വന്നപ്പോ. പിന്നെ ഇവൻ ഇതിനു വേണ്ടി നടക്കാം. പിന്നെ ഈ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിന്നെ എന്തുവാ കൊല്ലാനായിട്ട് നാഷണൽ പെർമിറ്റ് വണ്ടിയുള്ള ഇവിടെ ഒരു പാലമുറ്റം എന്ന് പറയുന്ന ഒരു വീടുണ്ട്. അവൻ അവിടെ ഒരു ആദർശം എന്ന് പറയുന്നവരുണ്ട്. അവൻ നാഷണൽ പെർമിറ്റ് വണ്ടിയുണ്ട്, അവന് അങ്ങനത്തെ ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പം അവൻ എന്നെ റെഡിയാക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരു എന്താ പറയുന്നത്, വേറെ എന്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, ഒരു ചന്ദ്രമോഹൻ ദാസ് സാർ എന്ന് പറഞ്ഞാൽ. അങ്ങേര് പറഞ്ഞതാണ്, പിന്നെ എങ്ങും ഒറ്റയ്ക്ക് പോകല്ലേ, ഒന്ന് കായലിത്താക്കുന്നു, കെട്ടിത്താക്കുന്നു. അപ്പൊ ഞാൻ അത്രയ്ക്ക് ഈസിയാണോ സാറേ കൊല്ലുന്നതൊക്കെ? അത് എങ്ങനെയാണ് സാറേ കൊല്ലുന്നത്? അന്ന് നമുക്കൊന്നും അറിയത്തില്ല. 2019 അന്നേരം നമുക്ക് ഇത്രയും സിവിയറിറ്റി അറിയത്തില്ല, ഇത്രയും നമുക്കെതിരെ ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അന്നേരം ബിജു എന്ന് പറയുന്ന എന്റെ മുൻ കർത്താവ് എന്ന് പറയുന്ന ബന്ധം ചെയ്യാനായിട്ട് തിരിച്ചു പോരുന്ന സമയമാണ്. ഇവ കുറെ കാര്യങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കുറെ ആൾക്കാരെല്ലാം കൂടെ പോയി, എന്റെ അമ്മയെന്ന് പറയുന്നവരും കുറെ ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ. അവര് വന്ന് ഒരു ജോസ്കോ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഇരിക്കുക. എന്നിട്ട് ഇവൻ പറയുക, നിന്റെ അമ്മയ്ക്ക് പ്രഷർ കൂടി, അവിടെ അഡ്മിറ്റ് ആണ്, വേണം എന്നെ. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെല്ലുമ്പം എന്റെ അമ്മയെന്ന് പറയുന്ന വ്യക്തി ഒരു കസേര ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകാരുടെ അവിടെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ഏതോ റൂമിനകത്തോട്ട് പിടിച്ചുകൊണ്ട് പോവുക, നമുക്ക് മയങ്ങാനുള്ള എന്തോ ഇഞ്ചക്ഷനൊക്കെ കുത്തിയിടുക. എന്നിട്ട് നമ്മളെ 18-20 ദിവസമൊക്കെ നമ്മളെ കുത്തിയിടുക. കുത്തിയിട്ട് ഇങ്ങനെ കാശ് ഉണ്ടാക്കുക, ഏതാണ്ട് ജോബ് ലോസ് ഇൻഷുറൻസും അങ്ങനെ പല പല രീതിയിലുള്ള ക്രിമിനൽസ് ആണ് ഈ കുറെ എണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഇവനാണ് നമ്പർ 1 ഈ BJP എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതിന് മുന്നും പറ്റിയിട്ടുണ്ട്. എന്തുവാ പരിമല ഹോസ്പിറ്റലൊക്കെ ഇതിന്റെ നമ്പർ 1 ആൾക്കാരാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിരുന്നത്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ഒരു സന്തുലിക്കെതിരായിട്ട് ഇഷ്ടംപോലെ ഹേരിയസ് കോർപ്പസ് ആൾക്കാർ ഇതുപോലെ ഫയൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ആൾക്കാരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഇടുക. എന്നിട്ട് കോടതിയിൽ അവരിങ്ങനെ കൊടുത്ത്, ഹൈക്കോടതി കൊടുത്ത് ഹേരിയസ് കോർപ്പസ്, നമുക്ക് ലെറ്റ് ദ ബോഡി ബി പ്രൊഡ്യൂസ്ഡ് എന്നാണ് ഹേരിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ. ഈ ആളിനെ അങ്ങനെ കോടതിയിൽ ഇവരെ റിലീസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ഓർഡർ സന്തുലിക്കെതിരെയുണ്ട്. അങ്ങനത്തെ കുറെ എഡ്വേർഡ് ജോർജ് എന്നാണ് അവന്റെ പേര്. അവനിങ്ങനെ ഗുണ്ടകളുണ്ട്. അവനിങ്ങനെ നമ്മുടെ വീട്ടിൽ വരിക, നമ്മുടെ കുറെ ആണുങ്ങളെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് ഇതുപോലെ പോവുക. ഇതൊക്കെയാണ് ഇവിടെ. പിന്നെ കുറെ ഒരു ചെറുത്ര ശശി, ഒരു കുറെ DYFI കുറെ ഗുണ്ടകളുണ്ട്. ഇവരെല്ലാം ഗൂണ്ടകളാണ്, DYFIയുടെ ഗൂണ്ടകളാണ്, കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടകൾ. ഇവരും അത് തന്നെ. സുബ്രഹ്മണ്യം എന്ന് പറയുന്നവൻ ഭയങ്കര ഗൂണ്ടായിട്ടാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ കുറിച്ച് പിന്നെ സന്ധ്യ ഉടനെ നമ്മളിവിടെ ഒറ്റയ്ക്കായിരുന്നു 2019. അപ്പൊ ഈ സാറ് പറഞ്ഞ
എന്നുള്ളത്. കൊല്ലാനും ഒക്കെ തെറ്റിദ്ധാരം പറയുന്ന ശത്രുക്കളൊന്നും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് ഒത്തിരി ശത്രുക്കളുണ്ടെന്നുള്ളത്. നമ്മുടെ തന്നെ സ്വന്തക്കാരെ ശത്രുക്കൾ, എന്റെ തന്നെ സഹോദരി, പിന്നെ അങ്ങനെ കുറെ പേരുണ്ട് ഇവിടെ ശത്രുക്കൾ. എന്റെ സ്വത്തൊക്കെ വേണം. പിന്നെ ഈ ബിജുപി എന്ന് പറയുന്നവൻ ഒത്തിരി പേരുണ്ട്. പിന്നെ എന്താ എന്നോട് ഒത്തിരി പേര് ചോദിച്ചത് കല്യാണം കൊഴിഞ്ഞോടക്കി എന്തോ മണ്ഡപത്തിന് എന്തോ നിന്റെ അനിയത്തി കയറി ഇരുന്നേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കാൻ കാരണം അവളെ കെട്ടാൻ മതിയായിരുന്നു എന്നുള്ളത്. അതൊന്നും നമുക്കറിയത്തില്ല. ഇത് ഉള്ളുവഴി എന്നൊക്കെ ഉള്ളൂ, നമുക്ക് അന്നറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് പോവുക, നമ്മളെ പലയിടത്തു നിന്നും കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ ഇന്നലെ തന്നെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ചെസ്റ്റൊക്കെ ടൈറ്റാക്കി നമ്മുടെ ബോധം കെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാനും ഒക്കെ ആയിട്ട് പല ശ്രമങ്ങൾ നടത്തുക. നമ്മളെപ്പോൾ പോയാലും ഇവന്മാർ ഇങ്ങനെ ഫോളോ ചെയ്യും. നമുക്കറിയത് നമ്മുടെ ഫോണിനകത്ത് ഇവന്മാരൊന്നും ഇല്ല. എന്റെ ഫോണിനകത്ത് കറക്റ്റായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇതാക്കുന്നുണ്ട്. നമ്മൾ ഇവന്മാരുമായിട്ടൊന്നും യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നുള്ളത്. ആരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല. നമുക്ക് ഇവന്മാരൊന്നും അറിയത്തേ ഇല്ല. ഇവന്മാരൊക്കെ ഇങ്ങനെ ഭയങ്കര കള്ളത്തരമായിട്ട് നടക്കുകയാണ്. ഇവന്മാര് നമ്മുടെ ഫോൺ ട്രോൺ ചെയ്ത് വെച്ചുകൊണ്ട് പല പല പരിപാടികളുണ്ട്. നമുക്കിതൊന്നും അറിയത്തില്ല. ഏതോ ഒരു ഫോണിൽ നിന്ന് നമ്മളാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ ഫോണിനകത്തുള്ള ആരാണെന്ന് നമുക്കറിയാം. അല്ലാതെ ഇവന്മാര് നമ്മുടെ ഫോണിൽ നിന്നാണ് ഞാനാണ് ചാറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ കള്ളത്തരങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇവന്മാർ എന്റെ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് പല പല കള്ളത്തരങ്ങൾ എന്റെ ഈ തുമ്പി എന്ന് പറയുന്നവരുടെ ആ ഗുണ്ടയുടെ അവൾ കുറെ എണ്ണത്തിനെ ഇങ്ങനെ കയറ്റി വെക്കുക. ദിവസവും പണിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വരിക. അവന്മാർ വരെ എവിടോട്ട് ഇരിക്കുക. അവന്മാർ വരുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക. പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവന്മാർ ഇങ്ങോട്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇന്ന് കണ്ടതാണ്. ഇന്നുകൊണ്ട് കറണ്ട് പോയി വൈഫൈ ഏതാണെന്ന് പറയുന്നതായിട്ട് ക്യാമറ നോക്കുമ്പോൾ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസിനകത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇടുക. ഇവന്മാർ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അവളോട് ചേർന്നുകൊണ്ട് നമ്മുടെ ലൈറ്റും പോവും, ക്യാമറയും ഓഫ് ആക്കും അവന്മാര് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഇവിടെ വരുന്നതെന്ന് പറയുക. ഇപ്പൊ നമ്മുടെ ദേഹത്തോട്ട് ഇങ്ങനെ ഇതടിച്ചുകൊണ്ടിരിക്കുകയാണ് ലേസറെല്ലാം കൂടെ. ഇവന്മാർ ജോലി ചെയ്താണ് കുറെ ഏതോ അവന്മാർ എവിടെയോ ഇരിപ്പുണ്ട്. ആ സ്ഥലത്തായിരിക്കുന്നു. വലിയ ചൈന മതിന് പോലും ഇങ്ങനെ വലിയ പൊക്കത്തിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ അവിടെ വരുന്ന നടക്കുന്ന ഡ്രാമകളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര രണ്ടാം പൊക്കത്തില് ഇങ്ങനെ പേരയുടെ അത്രയും പൊക്കത്തിലാണ് ഇപ്പൊ മതിലൊക്കെ ഇങ്ങനെ എത്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നാടകത്തിനുള്ള ഡ്രാമയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരിക്കുക ഇവന്മാർക്ക്. അത്ര ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നവന്മാരെ ഇവന്മാര്. ഇവിടെ സോമരാജൻ അവന് എന്നെ കൊല്ലണം. ഈ മോഹൻ സിംഗ് സോമരാജന് അവന്റെ പെണ്ണുപിള്ള ഈ തുമ്പി എന്ന് പറയുന്നവള് അവർക്ക് എന്നെ ഈ വീട്ടിലോട്ട് കയറണം. അങ്ങനെ എന്നെ വക വരുത്തണം. അപ്പൊ ഒരു മോനുണ്ട് വിശ്വജിത്ത്. അതുപോലെ തന്നെ